കഴിഞ്ഞ ദിവസത്തെ വാർത്താക്കുറിപ്പിൽ സ്വീകരിച്ച അതേ ശൈലി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം സ്വീകരിച്ചുവെങ്കിൽ കടുത്ത ഭാഷയിൽ മൂർച്ചയേറിയ വാക്കുകളിലാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ മറുപടി നൽകിയത്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്, തെളിവ് ചോദിക്കുമ്പോൾ ഹാജരാക്കുന്നില്ല, ഭരണഘടനയെ തന്നെ അപമാനിക്കുന്നതാണ് വ്യാജ വോട്ട് അല്ലെങ്കിൽ വോട്ട് കൊള്ള എന്ന ആരോപണം, വോട്ടർമാരെ അപമാനിക്കുന്നതാണ്. ഇത്തരത്തിൽ ഭയപ്പെടുള്ള ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ വോട്ടർമാരോ ഭയപ്പെടില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിൽ ഉചിതമായ സമയത്ത് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുക്കും എന്നും ഗ്യാനേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരാളുടെ പേര് രണ്ടിടങ്ങളിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടാകുന്നത് രാജ്യത്ത് പലയിടത്തും ഇത്തരത്തിൽ കുടിയേറ്റം നടക്കുന്നത് കൊണ്ടാണ്. രണ്ടിടത്ത് ഒരാളുടെ പേര് ഉണ്ടായതുകൊണ്ട് എങ്ങനെയാണ് അത് വോട്ട് കൊള്ളയാകുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ അതിൽ തെളിവ് ചോദിച്ചപ്പോൾ 7 ദിവസത്തിനകം തെളിവ് ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടത്. സത്യവാങ്മൂലം നൽകിയില്ല എങ്കിൽ, ഈ സമയപരിധിക്കുള്ളിൽ സത്യവാങ്മൂലം നൽകിയില്ല എങ്കിൽ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായി കണക്കാക്കും. രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് പരോക്ഷമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കൂടാതെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 45 ദിവസത്തെ സമയപരിധി ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത്തരത്തിൽ പരാതികൾ ഉന്നയിക്കാനുണ്ട്. ഈ സമയപരിധിക്കുള്ളിൽ കോടതിയെ സമീപിക്കാവുന്നതാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നത് എന്നും ഇപ്പോൾ ഒരു വ്യക്തിക്കോ ഒരു വോട്ടർക്കെതിരെയാണ് ആരോപണമെങ്കിൽ അത് പരിശോധിക്കാൻ കഴിയും. 1.5 ലക്ഷം വോട്ടർമാർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതിന് തെളിവ് ചോദിക്കുമ്പോൾ അത് ഹാജരാക്കുന്നില്ല, സത്യവാങ്മൂലം സമർപ്പിക്കുന്നില്ല. അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യത്തിൽ നടപടിയെടുക്കുന്നത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിശദീകരിക്കുന്നത്. നേരത്തെ വിശദീകരിച്ച അല്ലെങ്കിൽ വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചതിന് സമാനമായി തന്നെ ഉചിതമായ സമയത്ത് ആ ഒരു സമയം പ്രയോജനപ്പെടുത്താൻ പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നവർ തയ്യാറായില്ല എന്നും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം അത് സുതാര്യമായാണ് മുന്നോട്ട് പോകുന്നത് എന്നുമാണ് അദ്ദേഹം വിശദീകരിച്ചത്.